സൂചിപ്പാറയിൽ കുടുങ്ങിയ അവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ദൗത്യത്തിൻ്റെ വിവരങ്ങളിലേക്കാണ്. ശിവക്ഷേത്ര മൈതാനിൽ പോസ്റ്റ് കാർഡ് സൂപ്പർ ലാൻഡ് ചെയ്യും. ഇവിടെ നിന്നും ആളുകളെ ഒഴിപ്പിക്കുകയാണ്. ഒരാളെ ഇപ്പോൾ എയർലിഫ്റ്റ് ചെയ്തിരിക്കുന്നു. 3 പേരാണ് ഇവിടെ കുടുങ്ങിയിരുന്നത്. സന്നദ്ധ പ്രവർത്തകരിൽ 3 പേർ. ഇതിൽ ഒരാളെ എയർലിഫ്റ്റ് ചെയ്തിരിക്കുന്നു. മറ്റുള്ളവരെ ഉടൻ തന്നെ എയർലിഫ്റ്റ് ചെയ്യുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. നേരത്തെ രക്ഷാദൗത്യത്തിന് ഒരു തടസ്സമുണ്ടായിരുന്നു. എയർലിഫ്റ്റ് ചെയ്യുന്നത് ദുഷ്കരമാണ് എന്നുള്ള വിവരമാണ് നമുക്ക് നേരത്തെ ലഭിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരാളെ എയർലിഫ്റ്റ് ചെയ്തു എന്നുള്ളത് ആശ്വാസകരമായ വാർത്തയാണ് അപ്പോൾ നമുക്ക് നൽകാനാവുന്നത്. 3 പേരാണ് സൂചിപ്പാറയിൽ കുടുങ്ങിയിരുന്നത്. അപ്പുറത്തുള്ള ആദിവാസി വിഭാഗങ്ങളെ രക്ഷിക്കാൻ അവരെ അവിടെ നിന്നും ഇപ്പുറത്തേക്ക് എത്തിക്കാൻ പോയ സന്നദ്ധ പ്രവർത്തകരാണ്. സ്വന്തം നിലയ്ക്ക് നിലമ്പൂരിൽ നിന്ന് പോയ സന്നദ്ധ പ്രവർത്തകരാണ് സൂചിപ്പാറയിൽ കുടുങ്ങിയത്. ആ പാറയിൽ ഇപ്പുറത്ത് നന്നായി വെള്ളം ശക്തിയോടെ ഒഴുകുന്നുണ്ട്. അവരെ അവിടെ നിന്ന് മാറ്റാൻ തടസ്സങ്ങളുണ്ടായിരുന്നു. ഒരാൾക്ക് നേരിയ പരുക്കുമുണ്ടായിരുന്നു. ഇപ്പോൾ ഒരാളെ എയർലിഫ്റ്റ് ചെയ്തിരിക്കുന്നു. റോഷിപാൽ പുതിയ വിവരങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ എയർലിഫ്റ്റ് ചെയ്യുന്നത് വിജയകരമായി നടപ്പാക്കിയിരിക്കുന്നു ഒരാളെ. ഇനിയും 2 പേരെ കൂടിയുണ്ട്. പരിക്കേറ്റയാളെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്? ഒരാളെ എയർലിഫ്റ്റ് ചെയ്തിരിക്കുന്നു. റോഷിപാൽ പുതിയ വിവരങ്ങളുമായി. ഇനിയും 2 പേരെ കൂടിയുണ്ട്. പരിക്കേറ്റയാളെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്? സ്മൃതി, ഈ സൂചിപ്പാറയിൽ കുടുങ്ങിയ തദ്ദേശവാസികളാണെന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അവർ രക്ഷാപ്രവർത്തനത്തിന് അവിടേക്ക് പോയതാണ്. അവരാണ് ഒറ്റപ്പെട്ടു പോയത്. അവരെ കോസ്റ്റ് ഗാർഡ്, കൊച്ചിയിലെ കോസ്റ്റ് ഗാർഡ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ടീം നമ്പർ 4 ടീമാണ് കണ്ടെത്തുകയും അവരെ ഇപ്പോൾ എയർലിഫ്റ്റ്, അതിൽ ഒരാളെ എയർലിഫ്റ്റ് ചെയ്തു. കാലാവസ്ഥ ഇപ്പോൾ പതുക്കെ പ്രതികൂലമാകുന്ന സാഹചര്യമാണ്, മേഘാവൃതമാണ്. അതുകൊണ്ട് പക്ഷേ പരിക്കേറ്റപ്പോൾ സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യം എന്നാണ്, കുറച്ച് സാരമാണ് എന്നാണ് കോസ്റ്റ് ഗാർഡിൽ നിന്നും നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരം. എയർലിഫ്റ്റ് ചെയ്ത ആ രക്ഷാപ്രവർത്തകരെ അല്പസമയത്തിനകം ചൂരൽമലയിലെ ഇവിടെ എത്തിക്കും. രക്ഷപ്പെടുത്തിയത് പരിക്കേറ്റ ഒരാളെയാണ്. അദ്ദേഹത്തിന് പരിക്ക് എത്രത്തോളം ഉണ്ട്? എങ്ങനെയാണ് പരിക്ക് പറ്റിയത്? അവിടെ നിന്നും വീഴുകയായിരുന്നു. അയാളെയാണ് ഇപ്പോൾ രക്ഷിച്ച് ഇപ്പുറത്തേക്ക് എത്തിക്കുന്നത്. ബാക്കി 2 പേരെ കൂടി എയർലിഫ്റ്റ് ചെയ്യുമെന്നുള്ള വിവരം. ആ പരിക്കിന്റെ വിവരങ്ങൾ റോഷി. സ്മൃതി, പരിക്ക് കുറച്ച് സാരമാണ്, സംസാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് എന്നാണ് നമ്മൾക്ക് കോസ്റ്റ് ഗാർഡ് അധികൃതരിൽ നിന്നും ഒടുവിൽ ലഭിച്ച വിവരം. അതുകൊണ്ട് തന്നെ ആളെ കൃത്യമായി മനസ്സിലായില്ല. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ ലഭ്യമാകും. നിലവിൽ ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരം അനുസരിച്ചാണ് പരിക്കേറ്റ ആളെയാണ് എയർലിഫ്റ്റ് ചെയ്തത്. കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് എയർലിഫ്റ്റ് ചെയ്ത ആ പരിക്കേറ്റ വ്യക്തിയെ കൊണ്ട്, തദ്ദേശീയരാണ്, ഈ പ്രദേശവാസിയാണെന്ന സൂചനയാണ് ഒടുവിൽ ലഭിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന് അവിടെ കുടുങ്ങിപ്പോയവരെ തെരഞ്ഞ് അവിടെ പോയി അവിടെ കുടുങ്ങുകയും അവിടെ നിന്നും വീണ് പരിക്കേറ്റതാണെന്ന് സംശയമുണ്ട്. ഏതായാലും അവരെ കോസ്റ്റ് ഗാർഡ് പ്രാഥമിക ചികിത്സ നൽകി ഈ എയർലിഫ്റ്റ് ചെയ്തു. കോഴിക്കോട്ട് നിന്നും എത്തിയ കോസ്റ്റ് ഗാർഡിൻ്റെ ചോപ്പർ എയർലിഫ്റ്റ് ചെയ്ത് അല്പസമയത്തിനകം തന്നെ ചൂരൽമലയിൽ അല്പം മുമ്പ് ഇവിടെ എയർഫോഴ്സിൻ്റെ ചോപ്പർ ലാൻഡ് ചെയ്ത സമാനമായി സെയിം സ്ഥലത്ത് ശിവക്ഷേത്രം നിന്നിരുന്ന ആ ഇടത്ത് ചോപ്പർ ലാൻഡ് ചെയ്യും. ആ പരിക്കേറ്റയാളെ ഉടൻ ഇവിടെ സജ്ജമാക്കി ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റും. മറ്റ് 2 പേരും കോസ്റ്റ് ഗാർഡിലെ ഉദ്യോഗസ്ഥന്മാർക്കൊപ്പമാണുള്ളത്. അവർ സുരക്ഷിതരാണ് എന്ന വിവരമാണ് കോസ്റ്റ് ഗാർഡ് അധികൃതർ നൽകുന്നത്. അവരെയും അല്പസമയത്തിനകം തന്നെ സുരക്ഷിതരായി ഈ ചൂരൽമലയിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഏത് രീതിയിൽ ഇപ്പോൾ കാലാവസ്ഥ അല്പം പ്രതികൂലമായതുകൊണ്ട് മേഘാവൃതമാണ് അന്തരീക്ഷം. അതുകൊണ്ട് ചോപ്പറിന് എയർലിഫ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഇപ്പോഴില്ല. എയർലിഫ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഒരുങ്ങുമ്പോൾ എയർലിഫ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗം, സമാന്തരമായ മാർഗത്തിലൂടെ അവരെ സുരക്ഷിതരായി ഇവിടെ ചൂരൽമലയിലേക്ക് എത്തിക്കാനുള്ള ആലോചനയാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഏതായാലും ഇപ്പോൾ ഇവർക്കൊപ്പം കോസ്റ്റ് ഗാർഡിലെ ഉദ്യോഗസ്ഥരുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷിതമാണ് ഈ 2 പേരും. അവർക്ക് മറ്റു പരിക്കുകളില്ല. ഒരാൾക്ക് മാത്രമായിരുന്നു പരിക്കേറ്റത്. ആ പരിക്ക് സാരമാണ് എന്ന വിവരം മാത്രമാണ്. ഏത് തരത്തിലാണ് പരിക്ക് ഏറ്റത് എന്ന വിവരമില്ല. എന്തായാലും മിക്കവാറും അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ വീണതാകാനാണ് സാധ്യത. കാരണം ദുർഘടമാണ് അവിടെ. കഴിഞ്ഞ ദിവസം ഫയർഫോഴ്സ് ഉൾപ്പെടെ അവിടെ എത്തിച്ചേർന്നത്. വളരെ ദുർഘടമായ പാത. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമാണ് ആ പാതയെക്കുറിച്ച് ഒരു വ്യക്തതയുള്ളത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കൊപ്പമാണ് ഫയർ ആൻഡ് റെസ്ക്യൂ
റെസ്ക്യൂ ടീം അടക്കം അവിടേക്ക് പോയത്. എളുപ്പമല്ല അവിടെ എത്തിച്ചേരുകയും അവിടെ നിന്ന് പുറത്തേക്ക് കടക്കുകയും എളുപ്പമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സ്വയം സന്നദ്ധരായി ആരും ഈ ഫയർ ഉദ്യോഗസ്ഥന്മാരുടെയോ അല്ലെങ്കിൽ ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി അല്ലെങ്കിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ള സേനയുടെ സഹായത്തോടെ അല്ലാതെ ഒരു മേഖലയിലേക്കും സ്വയം സന്നദ്ധരായി തെരച്ചിലിന് പോകാൻ പാടില്ല എന്ന നിർദ്ദേശം വീണ്ടും വീണ്ടും ജില്ലാ ഭരണകൂടം നൽകുന്നതിൻ്റെ കാരണം ഇതാണ്. കാരണം ചിലയിടങ്ങളിൽ എത്തിപ്പെട്ടാൽ അവർക്ക് പുറത്തേക്ക് തിരികെ എത്താൻ അത്ര എളുപ്പമായിരിക്കില്ല. കാരണം കാലാവസ്ഥ ഇങ്ങനെ മാറുന്നു. ഇത്രയും സമയം നല്ല വെയിലുണ്ടായിരുന്നു, ഇപ്പോൾ പെട്ടെന്ന് മേഘാവൃതമായി. ചാറ്റൽ മഴയുണ്ട് ഈ ദുരന്ത മേഖലയിൽ. ചൂരൽ മലയിൽ ചാറ്റൽ മഴയുണ്ട്. ഇവിടെ കൂടുതൽ മേഘാവൃതമായ അന്തരീക്ഷമാണ്. അതുകൊണ്ടാണ് ചോപ്പറിന് പിന്നീട് മറ്റുള്ളവരെ കൂടി എയർലിഫ്റ്റ് ചെയ്യാൻ രക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ശുഭവാർത്ത തന്നെയാണ് അവിടെ നിന്നും ലഭിക്കുന്നത്. പരിക്കേറ്റ ആളെ എയർലിഫ്റ്റ് ചെയ്തിരിക്കുന്നു. അല്പസമയത്തിനകം ചൂരൽ മലയിലേക്ക് അയാളെ കൊണ്ടുവരും എന്നുള്ളതാണ്. ബാക്കി രണ്ടുപേരെയും ഉടൻ തന്നെ രക്ഷിക്കുമെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. മുഖ്യമന്ത്രി